ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ. അത് ഇന്നലെ ഇട്ടാൽ മറ്റേ GP റേറ്റിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, GP റേറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് കുറച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് അതിൻ്റെ ഏജ് ലിമിറ്റ്, അതായത് ആ കോഴ്സ് എടുക്കാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 18 to 24 ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർക്കേ ഈ കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മെഡിക്കൽ നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് ഐസൈറ്റ് നോക്കും, 6/6. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും അവർ. അതുപോലെ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, BMI, ബ്ലഡ് ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നോക്കുന്നത്. പിന്നെ പ്ലേസ്മെൻറ്റ് അഷുറൻസ് ചെയ്യുന്ന കോളേജസ് ഇല്ലേ, അത് പക്കായിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള കോളേജസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവിടെയൊക്കെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. അതായത് നമ്മുടെ മൈസെൽഫ്, നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി എങ്ങനെയാണ്, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള രീതി, ഈ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. പിന്നെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ചില ഞാനിപ്പോൾ നോക്കിയപ്പോഴേക്കും പറയണ്ടായിരുന്നു, ഓൺലൈനായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. ജസ്റ്റ് ജനറൽ നോളജ് കാര്യങ്ങൾ 10th ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ കോഴ്സ് എടുക്കണ മുമ്പ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് വേറെ ഒന്നുമില്ല. ഈ ഷിപ്പിൽ നമ്മൾ സെയിൽ ചെയ്യണത് ഇൻ്റർനാഷണലി ആണ്. അതായത് വേൾഡ് വൈഡ് നമ്മൾ ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കും. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം. മനസ്സിലായി. ഇപ്പോൾ ഷിപ്പിൽ വന്ന ഏജൻസ്, സർവേയർ, ഇവരൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പൈലറ്റ്, ഇവരൊക്കെ നമുക്ക് കമാൻഡ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും പിന്നെ ഷിപ്പിലേക്ക് വർക്കിന് ആൾക്കാർ വരും, പോർട്ടിലൊക്കെ വെച്ചിട്ട്, കണ്ടെയ്നർ ഷിപ്പിൽ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് ഇവർ സംസാരിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ പറയാൻ വേണ്ടി അറിയണം. പിന്നെ നമ്മുടെ ഷിപ്പിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണവർ തന്നെ ചിലപ്പോൾ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും, നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ യുക്രൈനീസ് ഉണ്ടാവും, പാകിസ്ഥാനീസ് ഉണ്ടാവും, ശ്രീലങ്കൻസ് ഉണ്ടാവും, പിന്നെ ബ്രസീലിയൻസ് ഉണ്ടാവും, അപ്പം ഫിലിപ്പീൻസ് ഉണ്ടാവും മെയിനായിട്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു, അവരോടൊക്കെ പിടിച്ച് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിലുള്ള ഇൻ്റർവ്യൂസ് എടുക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ അറിയാൻ നോക്കാൻ വേണ്ടി. വേറെ നമുക്കതിൽ വറിയിടാവേണ്ട കാര്യമൊന്നുമില്ല. ഷിപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പഠിച്ചോളും. ആ ഒരു 9 മാസമില്ല സെയിലിംഗ് ട്രെയിനിങ് പീരീഡിൽ നമ്മളെല്ലാം സെറ്റാവും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പോൾ ഓക്കെ, ബൈ.